പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ വർഷം തുടക്കം കുറിക്കുന്ന 4 വർഷ ഡിഗ്രിയുടെ അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചു. അതിൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു. ഇപ്പോൾ എഡിറ്റിങ്ങിനുള്ള അവസരമാണ്. ഇന്നിതാ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ വർഷത്തെ 4 വർഷ ഡിഗ്രി കോഴ്സുകളുടെ അഡ്മിഷൻ്റെ അലോട്ട്മെൻറ്റ് ഷെഡ്യൂളുകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അലോട്ട്മെൻറ്റ് ഷെഡ്യൂളിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളുടെ നടപടികൾ ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ നടപടികളിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അഡ്മിഷൻ നടപടികൾ നോക്കാവുന്നതാണ്. ആബിദ് ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4 വർഷ ഡിഗ്രി കോഴ്സുമായി ബന്ധപ്പെട്ട അഡ്മിഷനും അതുപോലെ അതിൻ്റെ റൂൾസ് റെഗുലേഷൻ കാര്യങ്ങളൊക്കെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭ്യമാകാൻ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തു. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോൾ എഡിറ്റിങ്ങിൻ്റെ സമയമാണ്. ഇനി നമുക്കറിയേണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുന്നത് ജൂൺ 21-നാണ്. ജൂൺ 21-ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്താൽ ജൂൺ 21, 22, 23, 24, 25 വൈകുന്നേരം 5 മണി വരെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കൺഫേം ചെയ്യാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് മാൻഡേറ്ററി ഫീ അടക്കാനുള്ള അവസരമാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും മാൻഡേറ്ററി ഫീ അടയ്ക്കേണ്ടതുണ്ട്. മാൻഡേറ്ററി ഫീ അടച്ചിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്ന് പുറത്താകുന്നതാണ്. ഇനി നിങ്ങൾക്ക് ലഭിച്ച ഓപ്ഷൻ തൃപ്തികരമാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാനുള്ള, നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷൻ ലഭിച്ചു, നിങ്ങൾക്കതിൽ തൃപ്തികരമാണ്, അപ്പോൾ നിങ്ങൾക്ക് ഹയർ ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യുന്നതിനുള്ള അവസാന സമയം ജൂൺ 24, ജൂൺ 21-നും 24-നും വൈകുന്നേരം 5 മണിക്ക് മുമ്പ് ആ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. കമ്മ്യൂണിറ്റി കോട്ട ഓൺലൈൻ റാങ്ക് ലിസ്റ്റ് 21-ാം തീയതി പബ്ലിഷ് ചെയ്യും. 21-ാം തീയതി പബ്ലിഷ് ചെയ്താൽ 24-ാം തീയതി വൈകുന്നേരം 5 മണി വരെ ഓൺലൈനിൽ റിപ്പോർട്ടിംഗ് ആണ്. ഓൺലൈനിൽ കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസരമാണ്. ആ കാര്യം നിങ്ങൾക്ക് ഓൺലൈൻ കൺഫർമേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് കമ്മ്യൂണിറ്റി കോട്ട ഓൺലൈൻ റിപ്പോർട്ടിംഗ്. ഇതിൻ്റെ ഓരോ സമയങ്ങളിലും നിങ്ങളുമായി ഇതിൻ്റെ കാര്യങ്ങൾ എൻ്റെ ചാനലിലൂടെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് 27/6/2024 ഉച്ചയ്ക്ക് 12 മണിക്ക് പബ്ലിഷ് ചെയ്യും. അങ്ങനെ അന്ന് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ജൂലൈ 2 വരെ വൈകുന്നേരം 3 മണി വരെ മാൻഡേറ്ററി ഫീ അടക്കാനും, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാൻഡേറ്ററി ഫീ അടക്കാനും, കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് ഇപ്പോൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാനുള്ള സമയം ജൂലൈ 2-ന് മുമ്പ് ഈ നടപടികൾ തീർക്കേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ തൃപ്തികരമാണെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാലും ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുത്താൽ തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നതാണ്. ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ, നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ തൃപ്തികരമാണെങ്കിൽ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാനുള്ള സമയമാണ് ജൂലൈ 2 ജൂലൈ 2 വൈകുന്നേരം 3 മണി വരെ അതിനുള്ള അവസരമുണ്ട്. ഓക്കെ. പബ്ലിഷ് ചെയ്തത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് ആ സമയം മുതൽ. ഇനി പബ്ലിക്കേഷൻ ഓഫ് PWD കോട്ട റാങ്ക് ഇൻ കോളേജ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അത് പബ്ലിഷ് ചെയ്യുന്നത് ജൂൺ 29-ന് 12 മണിക്കാണ്. കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് കോളേജിൽ പബ്ലിഷ് ചെയ്യും. അത് ജൂൺ 29 ഉച്ചയ്ക്ക് 2 മണിക്കാണ്. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് എങ്ങനെയാണ് അതിൻ്റെ അഡ്മിഷൻ നടപടികൾ എന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്. ഇനി പബ്ലിക്കേഷൻ ഓഫ് സ്പോർട്സ് കോട്ട റാങ്ക് ലിസ്റ്റ് ജൂലൈ 1-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് പബ്ലിഷ് ചെയ്യും. ഇനി ഇതിലേക്കുള്ള കമ്മ്യൂണിറ്റി കോട്ട, സ്പോർട്സ് കോട്ട, ഹാൻഡിക്യാപ്ഡ് കോട്ടയിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ ജൂലൈ 1-നാണ് ആരംഭിക്കുക. അഡ്മിഷൻ അണ്ടർ മാനേജ്മെൻറ്റ് കോട്ടയും ജൂലൈ 1 മുതൽ ആരംഭിക്കും. അതിൻ്റെ അവസാനം അഡ്മിഷൻ ഡേറ്റ് എന്നാണോ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് വരെ ആയിരിക്കും ഇതിൻ്റെയൊക്കെ അഡ്മിഷൻ നടപടികൾ ഉണ്ടാകാം. ഇനി 1-ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥികളുടെ ക്ലാസ് ആരംഭിക്കുന്നത് ആദ്യത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4 വർഷ ഡിഗ്രി വിദ്യാർത്ഥികളുടെ ക്ലാസ് ആരംഭിക്കുന്നത് ജൂലൈ 1-ന്. ഇനി തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത് ജൂലൈ 5-ന് പബ്ലിഷ് ചെയ്യും. ഉച്ചയ്ക്ക് 12 മണിക്ക് തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്താൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടുന്ന മാൻഡേറ്ററി ഫീ അടക്കാത്ത വിദ്യാർത്ഥികൾക്ക് മാൻഡേറ്ററി ഫീ അടക്കാനുള്ള അവസരം ജൂലൈ 5 മുതൽ ജൂലൈ 11 വരെയാണ് അതിൻ്റെ അവസാനമുള്ളത്. ഓക്കെ. അങ്ങനെ ആ വിദ്യാർത്ഥികൾക്ക് ഈ ദിവസങ്ങളിൽ പോയി തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കേണ്ടതുണ്ട്. ഇനി ലേറ്റ് രജിസ്ട്രേഷൻ ആൻഡ് എഡിറ്റിംഗ്. ഇനി ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്കും എഡിറ്റിങ്ങിനുള്ള അവസരമാണ്. 15/7/2024 മുതൽ 18/7/2024 വരെ 3 ദിവസം അതിനുള്ള അവസരമുണ്ട്.
ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഇത് 22/7/2024 പബ്ലിഷ് ചെയ്യുക. ഇതിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ ജൂലൈ 22 മുതൽ 25 വരെ നടക്കുന്നതാണ്. മാൻഡേറ്ററി ഫീ അടക്കാനുള്ള അവസരമാണ്. ഇനി സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടായിരിക്കും അഡ്മിഷൻ. അത് പബ്ലിഷ് ചെയ്യുക. ജൂലൈ 24 പബ്ലിഷ് ചെയ്യും. സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എയ്ഡഡ് ഗവൺമെൻറ് കോളേജിലേക്കുള്ള സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് 27-ാം തീയതി പബ്ലിഷ് ചെയ്യും. അതിലേക്കുള്ള മാൻഡേറ്ററി ഫീ അടക്കാനും അഡ്മിഷൻ എടുക്കാനുള്ള സമയം ജൂലൈ 27 മുതൽ ജൂലൈ 31 വരെയുള്ള സമയങ്ങളിൽ ചെയ്യേണ്ടതാണ്. ഓഗസ്റ്റ് 1-ാം തീയതി പിന്നീട് ആവശ്യമുള്ള സീറ്റുകൾ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റാങ്ക് ലിസ്റ്റുകൾ എയ്ഡഡ് കോളേജിലെയും ഗവൺമെൻറ് കോളേജിലെയും എയ്ഡഡ് പ്രോഗ്രാമുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് ഓഗസ്റ്റ് 1 പബ്ലിഷ് ചെയ്യും. അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് ഓഗസ്റ്റ് 24. ഓക്കെ, ഈ ഡേറ്റിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുമുണ്ട്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.